സംസാരം ചാനലിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങളൊരു നല്ലൊരു വിഭവമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ, പ്രധാനമായിട്ടും ചെറിയുള്ളിയും വറ്റമുളകും ഒക്കെ ചേർത്തിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് ഉണ്ടാക്കുന്നത്. പാചകം പഠിച്ചു വരുന്നവർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം ഞങ്ങൾ അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഒരുപാട് വീഡിയോസുകൾ സംസാരം യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഞങ്ങൾക്ക് നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കുകയും ഒരുപാട് പേര് അത് ഉണ്ടാക്കി നോക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു താങ്ക്സ്. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മഞ്ഞളും ഉപ്പും നാരങ്ങാനീരും ചേർത്ത് നന്നായിട്ട് കഴുകിയെടുത്ത 2.5 കിലോ ചിക്കൻ, ചതച്ചെടുത്ത 500 ഗ്രാം ചെറിയുള്ളി, ചതച്ചെടുത്ത 1 ബൗൾ വറ്റൽമുളക്, ഉപ്പ്, നാരങ്ങ, വിനാഗിരി, വെളിച്ചെണ്ണ, കറിവേപ്പില. ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയാണ് നമ്മുടെ ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇവിടെ 2.5 കിലോ ചിക്കന് ഒരു 500 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ബൗൾ നിറച്ച് വറ്റൽമുളക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ സിമ്മിലിട്ട് ശരിക്കും ഇളക്കി കൊടുക്കാവുള്ളൂ. മുളകിൻ്റെ കുത്തലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു കറുപ്പ് നിറമാകുന്നവരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. കറികൾക്കൊക്കെ ചെറിയുള്ളി ചേർക്കുന്നതാണ് ഏറ്റവും രുചി. അതുകൊണ്ട് ചെറിയുള്ളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അല്പം കൂടി ഇട്ട് കൊടുക്കാനും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചെറിയുള്ളിയും വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു കറുപ്പ് നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇവിടെ നാടൻ ചിക്കനാണ് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കേണ്ട. ആ കോഴിയിൽ തന്നെ നല്ല വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് മറ്റു വെള്ളങ്ങളൊന്നും നമ്മൾ ചേർക്കേണ്ടതില്ല. നാടൻ ചിക്കൻ ആയതുകൊണ്ട് വേവാൻ അല്പം താമസമുണ്ട്. അതിനുവേണ്ടി ഞങ്ങളൊരല്പം വിനാഗിരിയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. രണ്ടര കിലോ കോഴിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് തിളച്ച് വരുന്നവരെ മൂടി വെച്ചൊന്ന് വേവിക്കാം. ചിക്കൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞങ്ങളിവിടെ നാടൻ ചിക്കൻ എടുത്തുകൊണ്ട് ഇച്ചിരി വേവ് കൂടുതലുണ്ടാവും. അതുകൊണ്ട് ഇച്ചിരി സമയം വേവേണ്ട വരും. നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മൂടി വെച്ച ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി എടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. കറിയൊക്കെ നന്നായിട്ട് അതിനകത്ത് ആ വറ്റൽമുളകും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല റെഡ് കളറിൽ അടിപൊളി. ഇനി ആ വറ്റൽമുളകിൻ്റെ ഒരു കുത്തലൊന്ന് മാറണമെങ്കിൽ നമുക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ ഉള്ളിലേക്ക് കുറച്ച് കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിപ്പോൾ ഞങ്ങളാണ് ടേസ്റ്റ് നോക്കി. ഇന്ന് ഞങ്ങളല്ല, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഒരാളെ വിളിക്കാം. ഒന്ന് കഴിച്ച് നോക്കി ഒന്ന് ടേസ്റ്റ് ഒക്കെ ഒന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പം താങ്ക് യു. അപ്പം കപ്പയും ഇത് നാടൻ കോഴിയാ അല്ലേ? നാടൻ കോഴിയാ. ഇത് പിടിച്ച് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് അറിയാം. മറ്റേ സാധാരണ ബ്രോയിലർ കോഴി പോലെയൊന്നുമല്ല, നല്ല ടെൻഡറാണ്. അതുപോലെ തന്നെ ബ്രോയിലർ കോഴിക്ക് നമ്മൾ നല്ല മയമാണല്ലോ. ശരി ശരി. അപ്പം ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം. ഇവരുടെ പാചകമൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ശകലം ഒരു ചെറിയൊരു കഷ്ണം ഒരു കപ്പയും കൂടെ എടുത്ത് ഞാൻ ഒന്ന് കഴിച്ചു നോക്കുവാണ്. സൂപ്പറായിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇത് കുരുമുളക് ഇട്ട് തോന്നുന്നതാണെന്ന് തോന്നുന്നു. കുരുമുളക്, ഉള്ളി, ചെറിയുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. മറ്റുള്ള മുളകും ചെറിയുള്ളിയും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ചോറിന് പോലും കഴിക്കാം കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ പറ്റും നമുക്ക് വിചാരിക്കില്ല. ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നല്ല സാധാരണ മസാലകളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും. പക്ഷേ ഇതിന്റെ ടേസ്റ്റ്, ഇറച്ചിയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ മറ്റൻമുളക് ചതച്ചതിന്റെയും പിന്നെ ചെറിയുള്ളി ചതച്ചതിന്റെയും ആ ടേസ്റ്റ് ആണ് അത് നിൽക്കുന്നത്. നല്ല ഇത് ഈ പാചകം ഇവർ ചെയ്തേക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കടയിൽ നിന്ന് പോയി ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പെട്ടെന്ന് മല്ലിയോ മസാലകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ പെട്ടെന്ന് നമുക്കൊന്ന് വിളമ്പാൻ വേണ്ടി പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ.